Today, we invite you to take a nostalgic journey with us, a walk through the rich and vibrant 50-year legacy of our school. Through a creative depiction, we will bring to life the inspiring story of a student who enters our school as a young dreamer, grows through the values and lessons instilled here, and eventually rises to become a promising citizen, contributing immensely to the society. As the story unfolds, you will witness significant events that define the spirit of our school. The enthusiasm of school assemblies, the vibrancy of cultural festivals, and the rigor of academic achievements. Each event is a page in the book of our school's history, reflecting the nurturing environment that shapes lives and inspires greatness. So sit back and immerse yourself in this journey of dreams, determination, and accomplishments as we celebrate the past, honor the present, and look forward to an even brighter future. Let the celebration begin. Jubilo at 50. 50 വർഷത്തിന്റെ നിറവിൽ പരിലസിക്കുന്ന ഏലൂർ സെന്റ് ആൻസ് വിദ്യാലയം 1975 ആരാധനാ സന്യാസിനി സഭയുടെ ചുമതലയിൽ രൂപം കൊണ്ട വിദ്യാലയം. കഴിഞ്ഞ 50 വർഷങ്ങൾ കൊണ്ട് ഏലൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വ്യക്തമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർത്തെടുത്ത മഹത് വ്യക്തിത്വങ്ങൾ അനവധിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നവർ അവരുടെ വ്യക്തിപ്രഭാവത്തോടെ ജീവിക്കുന്നു എന്നതും അഭിമാനാർഹം തന്നെ. SABS സിസ്റ്റേഴ്സിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമായ ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരും നിസ്സീമമായ അധ്വാനത്തിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ഉറപ്പാക്കുന്നു. സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ആ 50 വർഷങ്ങളിലൂടെയുള്ള ഒരു ജൈത്രയാത്ര. Jubilo at 50.
quest for the light of wisdom, let's invoke the blessings from God Almighty. పదము పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం నయన మధురమై నటన సదనమై నరనరాలలో నాదభరితమై నవజీవన రసమయ లాస్యం పదము పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం తలపులెగసి నాలో సాంద్ర కళల ఇంద్రధనుసు వెళ్ళి విరిసి వయసులో మరుల వీరుల సరులు మెరిసెలోలో సాంబ శివుని దివ్య చరణ చలిత లలిత గతులలో ఆత్మ విభుని మదిని తలచి ఆడి పాడనా ప్రణయిని పదచలనమి నాట్యం పదము పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా నవజీవన రసమయ లాస్యం
വിശ്വവിധാനങ്ങൾ പാലനം ചെയ്യുന്ന വിശ്വൈകനായക കൈതൊഴുന്നേ. സത്യവും ധർമ്മവും നീതിയും കാക്കുന്ന നിത്യപ്രകാശമേ കൈതൊഴുന്നേ. വിശ്വവിധാനങ്ങൾ പാലനം ചെയ്യുന്ന വിശ്വൈകനായക കൈതൊഴുന്നേ. മനുക്കുട്ടാ, മോനിന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമല്ലേ? പഠിച്ചു മോൻ മിടുക്കനാകണം. ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. കൂട്ടുകാരോട് വഴക്കിനൊന്നും പോകരുതേ. എന്തുണ്ടെങ്കിലും ടീച്ചറോട് പറഞ്ഞാൽ മതി കേട്ടോ. അമ്മ പറയണത് കേട്ടോ? ഞാൻ നല്ല കുട്ടിയായി പഠിക്കാമേ, വഴക്കിനൊന്നും പോകില്ല. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് സ്കൂളിലെ ആദ്യ ദിവസമല്ലേ? പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് കാണാൻ പോയാലോ? മഴ 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 മാടി വിളിപ്പും മാനം കാണാൻ പോരുന്നോ. ചറപറ ചറപറ ചന്ദം പിന്നം സ്കൂളിൽ പോകാം കൂട്ടാകാം. മഴ 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 മാടി വിളിപ്പും മാനം കാണാൻ പോരുന്നോ. ചറപറ ചറപറ ചന്ദം പിന്നം സ്കൂളിൽ പോകാം കൂട്ടാകാം. കളിയുണ്ടേ ചിരിയുണ്ടേ പാട്ടും പലതറിയാനുണ്ടേ. പട്ടം പോലെ പാറി നടക്കാൻ ഇഷ്ടം കൂടാനാളുണ്ടേ. ഇഷ്ടം കൂടാനാളുണ്ടേ. പേനത്തുമ്പിൽ തുമ്പികൾ പാറുന്നേ. വരവായി പതിവായി പകലിൻ ചിരിയായി പാലാഴിച്ചേരുള്ള പാവാടത്തുമ്പി. ഇളം ചുണ്ടിലീടങ്ങളാലോലം വരവായി വരപ്പൂക്കളാൽ വസന്തങ്ങൾ ചമയ്ക്കുന്നതാരോ. കാട്ടുപൂക്കളെ നാട്ടുപൂക്കളെ കഥ പറയൂ കളി പറയൂ. അറിവുകൾ ആകാശം പോൽ മേലെ പോകാം പോകാം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം. സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലുഞ്ഞലാടാം.
ലിയോ, അടുത്ത ആഴ്ച ഓണപരീക്ഷ തുടങ്ങും. പരീക്ഷ തീരുന്ന ദിവസം ഓണാഘോഷമാ. ഓണപരിപാടി നന്നായി ചെയ്യണമെന്നാ ടീച്ചർ പറഞ്ഞേ. നമുക്കെല്ലാവർക്കും കൂടി പരിപാടി സൂപ്പറാക്കാം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീയത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ ഊഞ്ഞാലിലാടാൻ വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ തുമ്പി കളിച്ചിടാം, വന്നെങ്കിൽ നിന്നൊപ്പം ഞാനും ഒന്നാടാം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. മനു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല മാർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരണം. അതിനൊപ്പം IAS കോച്ചിങ് കൂടി നോക്കണം. ഓ, മനുവിന് IAS ആണോ? ഞാൻ മെഡിസിൻ ആണ് നോക്കുന്നത്. എന്നെ ഡോക്ടറായി കാണാൻ അപ്പന് വലിയ ആഗ്രഹമാണ്.
ഫെയർവെൽ പ്രോഗ്രാം തുടങ്ങാറായല്ലോ. നമുക്ക് വേഗം ചെല്ലാം. ജീവനായൊരേട്ടനല്ലേ എന്നെ നീ അറിയാതെ പോയതെന്തേ? ഉഷായിരവിരുന്നൊരുങ്ങി മതം കൊണ്ട് മടിയിൽ മനസ്സ് മയങ്ങി സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ പോലെ തുള്ളി തുള്ളി തുളുമ്പും സംഗീതം നിലാവായി ഉള്ളി നുള്ളി തുടിക്കും പൂവെട്ടം. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ఆరింటికోసారి ఏడింటికోసారి పావు తక్కువ 10ంటికోసారి పడుకుంటే ఓసారి మెల్కుంటే ఓసారి ఏమి తోసక కూసుంటే ఓసారి ఏళ్ళు నొక్కుతుంటే ఓసారి ఓసారి కాలు తొక్కుతుంటే ఓసారి నువ్వు పక్కనుంటే ప్రతి ఒక్కసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ಕಣ್ಣುಗಳ ತುಂಬುಗಳೋ ಅಂಗಡಿ ಗುಂಡಿನ ನಾಮುಗಳೋ ಕುಂದಿರಿ ಕೊಂಬಿಗಳೋ ಮುಲ್ಲ ಮಲರ್ ಮಾಡಿ ಚೆಂಡುಗಳೋ ನಿಮ್ಮಡಿ ಚುಂಡುಗಳೋ ಎಂಡೆಡೆ ತುಂಗ ಬಂಡುಗಳೋ ತುಂಗಿನ ತುಂಡುಗಳೋ జింగణమణి సిరిచి పుట్టానే జలాడే വെങ്കലക്കിണ്ണി പോലെ മിന്നു മന്ദിരമേനെ நான் வைக்கத்துக்கு பக்கத்துல போகாதவா ஒரு நூலே இல்லா சில கட்ட ஆளானவா அட நீ வந்தாய வந்தாகாலி அமாங்கோ
പറയാതെ മതിയാവോളം പറയാനില്ല പതിയെ പതിയെ പലതും. வழக்கே கேட்டு பாரு என்ன பத்தி சொல்லுவான் சர்தா பீடா போலே என் பேர தம்மில்லுவான் எவனும் ஏறலாமா கோட வகம் பசந்து இவதா ரஜ நகம் சிறிடுவா ஹிசுன்னு மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா கொஞ்சம் 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 கொம்புத்தேன் படிச்சிருப்பா புடிச்சா வச்சிக்கையா மனசுல தைச்சிக்கையா வெடிச்சா வெள்ளரிக்கா வேண்டாத ஆள் இருக்கா மை டியர் டார்லிங் ஒன்னு மல்லிகா கூப்பிடுறா கதைய முடிக்க கொலைய தேடி கடிக்க நாறு நாரா உடம்ப கிழிக்க நடி தெருவில் சதரா அடிக்க போல நசுக்கி எறிய புளிச்சடத்தோ தெளிச்சு நடக்க அந்த துண்டா நறுக்கி எடுக்க துள்ள வச்சு உசுர எடுக்க சந்ததிக்கே அதிர்ச்சி கொடுக்க சகல வித வதைகள் புரியவே அஞ்சின வஞ்சின பொங்க விளையாட வர காஞ்சனா போல கண்ணு கோவத்துல செவப்பு செவக கட்டிய மரம் போல சாய்க்க வர காஞ்சனா துடிக்கு கிடைச்ச நொடியில் சம்பவம் நடக்கும் கிச்சிட 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 குன்ன கிழிச்செறிய போறா கதற 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 குந்தன் கதை முடிக்க போறா வந்துட்டா 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 சூற காட்ட போல வராடா சதுக்கு போட்டு அடிக்க வராடா ஆணு பண்ணோ கலந்து வராடா வண்ண பிரிச்சு மேக எழுந்து வராடா വണ്ടികളെ തുരത്തിയോട്ടും വണ്ടി ഇത് പറപ്പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും തീയടാ തീയടാ അയ്യടാ അയ്യടാ തീയടാ തീയടാ അയ്യടാ ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലുസിന് തഞ്ച് പോരടി പഞ്ചാര പൂവിലേ
முடிய செஞ்சுக்குவே மோதிரமா சிவப்பாக இருக்காளே கோவப்பழமா கலரு இந்த கலரு என்னை கிழக்குதம்மா அழுத புல்லு ஆட்டைக்கு போ மேகிதம்மா பார்வையால ஆயுரேக தேகிதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா அப்பா அம்மா விளையாட்ட விளையாடி பாப்போமா செல்லம் நீச்சலம் 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 அச்சாரம் போட்ட பின்னே அச்சம் எதுக்கு பரிசம் போட்டதுமே பெத்துக்கலாம் தப்பே இல்ல தப்பே இல்ல ஐ ஐ தப்பே இல்ல அஞ்சாமல் என் மேல கை போடு செல்லம் அக்கமக அக்கா பக ஜனக்குருத்தி இருந்தாலே கடலுக்கு ரெடி சொல்லி பாசம் முத்தம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணு இருந்தாண்டா மாமண்டார அவன்டாண்டா அழகிய கொடியே என்னோடு மாமா ஓ அவன பாத என் பின்னாடி மாமா ஏ அழகிய கொடியே என்னோடு மாமா ஓ அவன பாத என் பின்னாடி மாமா நான் காதலுக்கு காம்பக்கார சண்ட வந்தான் கோயிலே மாமா மச்சா மனசு வச்சா ஜல்லிக்கட்டில் ஜெய் விழுதுலே அந்தவனே அருமுகனே அம்பிளை எத்தரத்து விட கொடுத்து தாவிக்கும் வருளே பொண்ணை பொம்பிளையே கொடி மாமையிலே காலம் குயில் அன்னிக்குள்ளா அடாமப்பிளையே உடம்பக்கிரியே பட்டாம்பூச்சியை தட்டாங்கிட்டுள்ளா ഈ താരകാസുരനെ വടിവേലിൽ പോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ സൂര്യപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ ചേരും തിരയുമുണ്ടേ മുടിവട്ടം മുടിയിൽ കാട്ടും മൂത്തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ വെற்றிവേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ വേൽ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ கண்ணத்தி கடகண முண்டத்தி பரலிங்க கட்டு ஜல ஜலம போட்டி மானத்து பறகுன ஜம்பருந்திங்க கண்ணு ஜல ஜலகி போட்டி கண்ணு ஜல ஜலகி போட்டி தக்கம் மலையில தக்கம் மரத்தில காற்றின் கொஞ்சதோ பெண்ணே நீ கண்ணே தாமரை காதில் தேன்மழை கண்டம் கூட்டடி ஊஞ்சோலே பாடம் பூத்த கரைஞ்சோடி பூவரம்பில் வாடி கண்ணி மடந்தே காடன் காத்து கிதச்சோடும் ஜாத்திரவில் கூடாம் காட்டு வரிம்பே
money, would you pay? Yeah. That's how y'all do kiare. Loves the game, I wanna play. I am quick. So seductive. मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। फेविकॉल से हाय मैं तो कब से हूँ रेडी तैयार पटा ले सैया इस कॉल से। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। ഹലോ മനു, ഞാൻ ലിയോ ആണ്. നമുക്കിന്ന് സ്കൂൾ വരെ ഒന്ന് പോയി ടീച്ചേഴ്സിനെ കണ്ടു വന്നാലോ? ഞാൻ നാളെ PGക്ക് ജോയിൻ ചെയ്യുവാണ്, ഡൽഹിയിലാ. ലിയോ, സോറിടാ, എനിക്കിന്ന് വരാൻ സാധിക്കില്ല. IASനുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെനിക്ക് പോകണം. നിങ്ങൾ എല്ലാവരും പോയിട്ട് വരൂ. ടീച്ചേഴ്സിനോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഓക്കേടാ. നിങ്ങൾ വന്ന ദിവസം കൊള്ളാം. ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണല്ലോ. എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് പോകാം. വർഷങ്ങൾക്കപ്പുറം തണുപ്പുറഞ്ഞുകൂടിയ രാവ്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കുവാനായി ഗലീലിയായിലെ നസറത്തിൽ നിന്നും ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടി ജോസഫ് ദാവീദിന്റെ പട്ടണമായ യൂദയായിലെ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. മറിയം ഉദരത്തിൽ പേറുന്നത് ഇമ്മാനുവൽ എന്ന ലോകരക്ഷകൻ. ഉദരഭാരത്താൽ ക്ഷീണിതയായ അവൾ മുന്നോട്ട് നടക്കുവാൻ ത്രാണിയില്ലാതെ ദീർഘയാത്രയാൽ തളർന്നു. സത്രങ്ങളെല്ലാം വാതിൽ കൊട്ടിയടച്ചു. തിരസ്കരണത്തിന്റെ ആ നേരത്ത് വെറുമൊരു കാലിക്കൂട് അഭയമാകുന്നു. പട്ടുമെത്തയും പരിവാരങ്ങളുമില്ലാത്ത രാവ്. മരം കോച്ചുന്ന തണുപ്പിൽ മാതൃവേദനയിൽ മറിയം. അമ്മയുടെ വേദനയുടെ പാരമ്യത്തിൽ കാലം കാത്തിരുന്ന ദൈവപുത്രൻ ഇതാ ഏഴകളിൽ ഏഴയായി പുൽക്കൂട്ടിൽ പിറന്നു വീഴുന്നു. ഇമ്മാനുവൽ, തൻ പൈതൽ. കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞ
വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. നനുത്തരാവിൽ ദാരിരം പാടി മാലാഖമാർ മഞ്ഞു പെയ്യും. നനുത്തരാവിൽ ദാരിരം പാടി മാലാഖമാർ. ഉറങ്ങരുതേ ഇടയന്മാരെ, സന്മനസ്സുള്ളവർക്കായിതാ വാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. ഗ ഗ ഗ ഗ ഗ ഗ ഗ പ സാരി ഗ രി ഗ മ മ മ മ ഗ ഗ ഗ രി രി ഗ രി. സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ പ സാരി ഗ രി ഗ മ മ മ മ ഗ ഗ പ പ മ രി സ. താന തേരെ രി തര തേരെ താന രി താന തേരെ നോ തന രി താന തേരെ രി തര തേരെ താന രി താന തേരെ താന തേരെ രി. ലതിക ടീച്ചറെ, നമ്മുടെ മരുവിന്റെ ഫോട്ടോ കണ്ടോ? രാവിലെ കണ്ടു. ടീച്ചറിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉയരങ്ങളിലെത്തുമ്പോഴാണ് നമ്മൾ ടീച്ചേഴ്സിന് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടാവുന്നത്. നാളത്തെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷനുള്ള കവിതയുടെ ദൃശ്യാവിഷ്കാരം ഒരുവിധം തീർത്തു. കുട്ടികള് അസലായി ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് ധീരജവാന്മാർ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവരുടെ ജീവന്റെ വിലയാണ് നമ്മുടെ ഓരോ ജീവിതവും. നമ്മുടെ ഇന്ത്യൻ അതിർത്തികളിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് സ്വന്തം കുടുംബത്തെക്കാൾ മാതൃരാജ്യത്തിന് വില കൽപ്പിക്കുന്ന, നാടിനെ നടുക്കുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായഹസ്തവുമായി എത്തുന്ന ധീരജവാന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അവരുടെ ജീവത്യാഗത്തിന് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി.
അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായൂറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ശലഭവർണ്ണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരൂൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തിനൂർജമായി ഊട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദനത്തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരമധിനിവേശം. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരമധിനിവേശം. എവിടെ ഈ പ്രതിമാനുഷദ്ഭൂമമുയരുന്നതവിടെ കൊടുങ്കാറ്റു രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഒരിടത്തവന്നു പേർ ചെഗ്വേരയെന്നെങ്കിൽ ഒരിടത്തവന്നു ഭഗത് സിംഗു പേർ. ഒരിടത്തവന്നു പേർ ചെഗ്വേരയെന്നെങ്കിൽ ഒരിടത്തവന്നു ഭഗത് സിംഗു പേർ. ഒരിടത്തവൻ യേശുദേവനെന്നാണു വേറൊരിടത്തവന്നു മഹാഗാന്ധി പേർ. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവാനെക്കാലവും. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവാനെക്കാലവും.
രക്തസാക്ഷി നീ മഹാപർവതം, രക്തസാക്ഷി നീ മഹാപർവതം, കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി നീ മഹാപർവതം, കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി നീ മഹാസാഗരം, എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി നീ മഹാസാഗരം, എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി നീ മഹാസാഗരം, എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ജവാന്മാർ, അവരുടെ സുരക്ഷാ കവചം ദേശസ്നേഹമാണ്. വിപരീത കാലാവസ്ഥയിലും മഹാപ്രളയത്തിലും നമ്മെ ഉള്ളം കൈയിൽ താങ്ങിക്കൊണ്ട് ഉണ്ണാതെയും ഉറങ്ങാതെയും രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരാണ് യഥാർത്ഥ നായകന്മാർ. ഓരോ ചുവടുവയ്പ്പിലും അപകടം മണക്കുമ്പോഴും മരണം തൊട്ടു മുൻപിൽ കാണുമ്പോഴും അവർ ഭയക്കാറില്ല. 133 കോടിയിലധികം ഭാരതീയരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതും മരിക്കുന്നതും. അതിനാൽ നമ്മുടെ വിലയേറിയ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടായിരിക്കണം. നാടും വീടും കുടുംബവും കുട്ടികളും സ്വപ്നങ്ങളുമെല്ലാം ത്യജിച്ച് മാതൃരാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീരജവാന്മാരെ നമുക്ക് ആദരിക്കാം, ഒപ്പം അഭിമാനം കൊള്ളുകയും ചെയ്യാം. ഇന്ത്യൻ ആർമിക്ക് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. കലോത്സവം വരുവാണല്ലോ. ഈ വർഷത്തെ കലോത്സവത്തിൽ സംഘനൃത്തത്തിന് നമ്മളും പങ്കെടുക്കുന്നില്ലേ? വേണം മിസ്സേ. എന്തു വിഷയം ആസ്പദമാക്കി ചെയ്യണം? പ്രളയവും കോവിഡും കഴിഞ്ഞുള്ള ആദ്യ കലോത്സവമാണ്. പ്രളയം തന്നെ നമുക്ക് വിഷയമാക്കിയാലോ? ആ, അതും മതി മിസ്സേ. കേരളം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു 2018 പ്രളയം. അതിൻ്റെ മാറ്റുലികൾ കേരളത്തിലുടനീളം പ്രകമ്പനം കൊണ്ടപ്പോൾ അതിജീവനത്തിൻ്റെ പാഠങ്ങളുമായി മലയാളികൾ കരങ്ങൾ ചേർത്ത് പിടിച്ചു. നമ്മുടെ സ്കൂളും പ്രളയക്കെടുതിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള തീവ്രയത്നത്തിൻ്റെ ഭാഗമായി ആ ദുരന്തമുഖത്തു നിന്ന് കരകയറി വരുന്നതിന് മുൻപേ ലോകത്തെ ആകമാനം പിടിച്ചുലച്ച കോവിഡ് മഹാമാരി. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് പ്രപഞ്ചത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ദിനങ്ങൾ. മാനവർ ഒറ്റക്കെട്ടായി അതിജീവിച്ച നാളുകൾ. മനുഷ്യൻ ഈ ലോകത്ത് നിസ്സാരനാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച നിമിഷങ്ങൾ. ഒരുമയും പരസ്പര സഹകരണവും മനുഷ്യത്വവും തിരിച്ചെത്തിയ കാലം. ആ നന്മകൾ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം. ഇവിടെ പ്രളയവും അതിജീവനവും ഭാവരാഗതാളങ്ങളോടെ ഒരു നേർക്കാഴ്ചയായി മാറുന്നു.
വിരലം ഓഗസ്റ്റ് 13, 2018. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയില്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാ മഴയുടെ മട്ട് മാറിയെന്ന് മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവന് വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, പണ്ഡിതൻ, പാമരൻ, താണജാതി, കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാ നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്ദി പറയാൻ ഇനിയുമുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയായി മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വിളിച്ചെന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSB-ക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച്. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് ആ മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കും. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിൽ. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം, രസരാഗം, വിവിധമതികാഴം, പ്രകൃതിയുടെ നാദം, പ്രണയമയമാനന്ദം, ലയമേകം, സമഭാവം, ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം, രസരാഗം, വിവിധമതികാഴം, പ്രകൃതിയുടെ നാദം, പ്രണയമയമാനന്ദം, ലയമേകം, സമഭാവം, ശുഭഗീതം. ചുടുവെയിലാടി കൊതിപ്പെടുത്തും ലാവ്, കനൽ ചുരത്തും സംഗീതം, പൂക്കും നിലവ്, മരം ചോക്കും മനസ്സ്, മതഗന്ധം വിതച്ചരച്ചു ബാലേയം, വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ വീണ്ടും നീരോടി, ഹർഷം, ഹൃദയമേഘവർഷം, പ്രണയ മിന്നൽ ചിഹ്നം പതഞ്ഞൊഴുകും ആവാനം, സാമം, മണിമൃദംഗ താളം, പ്രകൃതി മൽഹാർ പാടും സ്വരജ
സദൃശലാവണ്യം ചേരും ശരത്തണയോരും സനിത്തുമിളമീനിൻ പുളകമൊടു ശാലീനം പാടും ധവളകമോരും മണൽ പരപ്പിലാമോദമാടുന്നൊരീ കാലം പുത്തൻ യവങ്ങൾ തടിച്ചൂടി കുതിർന്നു മുല്ല മഞ്ഞിൽ കുടിച്ചു നിന്നു ഹേമന്തം ക്രൗഢം പൊഴിക്കും മധുനാദം സുഖം പകർന്നു ഗ്രാമം തെളിഞ്ഞു നിന്നു സാരാദം പാച്ചോറ്റി ചില്ലമല താളം വിരിച്ചിടുന്നു മാറന്റെ കേളിതലം ചിന്തം. ലിയോ, നമുക്ക് സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? നന്നായി പഠിക്കുന്ന കുട്ടികൾക്കായി സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ച വിദ്യാലയത്തോട് വരുന്ന തലമുറയ്ക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ വിദ്യാലയവും ഇവിടുത്തെ ടീച്ചേഴ്സുമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിച്ച സ്കൂളിനോട് മാനസികമായ അടുപ്പം കുറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയും മറ്റും കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നു. മാറ്റങ്ങൾ അത്യാവശ്യമാണ്, എന്നാൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ശരിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം മയക്കുമരുന്നിന് നമ്മുടെ കുട്ടികൾ അടിമപ്പെട്ടു പോകുന്നു എന്നതാണ്. അതിനെതിരെ ധാരാളം ബോധവൽക്കരണ പരിപാടികൾ വിദ്യാലയങ്ങളിൽ നടക്കുന്നുമുണ്ട്. ഇന്നിവിടെയും സേ നോ ടു ഡ്രഗ് ക്യാമ്പയിനാണ്. Hi Trisha. Hey Natasha. Oh, here she comes. How are you? Why are you even talking to us? We are not your friends. Why? Look at you. You have no class, no style. You're ugly. Ew. Look at what you're wearing. No wonder no boys want you. Ginny, what took you so long? We were all waiting for you. Sorry, I was with my friends at school. You spend way too much time with your friends. I'm your younger sister. Look at my marks. And look at yours. Failing in every subject? You're such a dumbo. Ginny, is this the time to come home? Sorry, I was with my friends. Because of you, I had to leave my friend's party and come looking for you. I said I'm sorry, okay? You're always at your parties anyways. Don't you talk to me like that. I am your mom. Stop shouting at me and just leave me alone! Hey girl, where were you? Sorry, Rocky. You know how it is at home. I just completely lost track of time. Hey, Ginny, you look so stressed. Here, I have a little something that will relax you a bit. This? Sorry, I don't want this poison. Poison? You mean you don't trust your own friend? No. It's not that. Call me when you're done being a kid, okay? Ginny, I'm on a business trip, and I still took time to see your mark sheet. And you failed in 2 subjects. Sorry, Dad. I did study. Stop lying to me. I don't trust you. Your birthday party tomorrow is cancelled, and you're not getting any gifts. Now get off the phone and study. If you try me, be warned. This is no game. If given a chance, I will drive you insane. You will regret you tried me. They always do. You will come to me, not me to you. I'll take and take until you have nothing more to give. When I'm finished, you'll be lucky you have lived.
I'll vanish your body, I'll control your mind, I'll own you completely. Your soul will be mine. I've seen the book of tales, crafted by magical hands. Only the time itself. Its pages are filled with darkness and mystery. There's a ghost out in the hall. There's a ghoul beneath the bed. Now it's coming through the walls. Now it's coming up the stairs. There's a spirit in the dark. Hear the beating of his heart. Can you feel it in the air? Ghostly honey everywhere. Is that scared for you, baby? Am I scared for you? Is it scared for you, baby? Is it scared for you? You know the stranger is you. Is it scared for you, baby? You're ugly. You're such a gumbo. Don't you talk to me like that. No wonder no boys want you. I don't trust you. You're ugly. You're such a gumbo. Don't you talk to me like that. No wonder no boys want you. I don't trust you. I'm more costly than diamonds, more precious than gold. You can try me, then don't say you were not told. My power is awesome. Try me and see. If you don't, you may never know what's in me. The threats, the shapes, the visions you see, I want you to know they're all gifts from me. If you need me, I'm easily found. I live all around you, in schools and in towns. I promise you, you will steal and lie. You will do anything just to get high. Just try me once, I might let you go. But try me again, and I may own your soul. Now I am your master, and you are my slave. I live and accompany you to your grave. I destroy homes and I tear families apart. I take children away, and that is just the start. You could have said no and walked away. Instead, you decided to stay, huh? Now that you've met me, what will you do? Will you try me again? The decision is all up to you. Guinea? Guinea, are you okay? Mom! I don't know what's happening to Guinea. Guinea? Guinea! My child! Don't worry. It's going to be okay. I am there for you. Mom, I wish things were like they used to be. When I would say I love you, and you would love me. Me caring for you, and you caring for me. I had a serious problem, but you didn't even care. And now that I've become a laughing stock, you're trying to say you're there? You weren't there when I needed you. My emptiness turned into hate. Sorry, Mom, but now it's too late.
I'm so sorry, Ginny. I should have supported you. You're so special to us. You live in my heart. And no one can keep us apart. We love you, so don't be afraid. My child, my love, it's never too late. It's never too late. Good evening all. Welcome to our much awaited annual day celebration. We are so thrilled to have all of you here this evening to celebrate talent, creativity and achievements. Every special occasion deserves a special guest, and tonight we are privileged to have an extraordinary personality gracing this event, a role model for all of us. Yes, we are talking about none other than our chief guest for the evening, the Honorable District Collector, Mr. Manu Thomas, who also happens to be a distinguished alumnus of this very school. Mr. Manu Thomas walked these very hallways, sat in these very classrooms, and participated in school events just like this. And today, he stands tall as an inspiring leader, serving our district with integrity, passion, and dedication. Our school band will now salute the chief guest and lead him to the venue, along with our principal, PTA president, and school leader. Please be seated. Let's take a moment to appreciate how he has carried the values. Let's take a moment to appreciate how he has carried the values of our school and transformed them into the principles that guide his leadership today. His journey from being a curious student to becoming the district collector is a testament to hard work, resilience, and excellence. Sir, your presence here inspires us all, and we eagerly look forward to hearing from you as the evening unfolds. Good evening all. Respected Principal, PTA President, School Leader, Alumni and honored guest. It fills my heart with immense pride and joy to stand before you today, not just as the District Collector of this region, but as a former student of this wonderful school that has shaped the person I am today. I am truly honored to be a part of this momentous occasion of celebrating the culmination of our Golden Jubilee. When I stepped into this campus today, I was flooded with memories of laughter echoing in corridors, the nervousness before exams, the camaraderie of classmates, and the warmth of our teachers' guidance. As we celebrate 50 glorious years of St. Anne's Higher Secondary School, let's take a moment to reflect on its journey. Its humble beginning to becoming a beacon of education and excellence in our district. Dear children, enjoy your days here. Believe me, these are the golden years of your life. Make the most of the opportunities that the school offers and carry forward the values that it instills in you. To my fellow alumni, this is our moment to give back. Let us join hands to contribute to the growth of our alma mater so that it can help to nurture the generations to come. Finally, I extend my heartfelt congratulations to the principal, teachers, staffs and students for this remarkable milestone. Let's all work together to make the upcoming year more glorious. Thank you, St. Anne's, for giving me the wings to fly. And thank you all for allowing me to remember my memories.
As the alumnus and district collector, I proudly announce that we have brought down the curtain of the year-long celebration of the Golden Jubilee of this illustrious institution. Thank you. Thank you so much, sir, for your inspiring words. Your journey as a former student of this school and your incredible achievements motivate each one of us. And now, dear audience, it's time to switch gears and add some color, rhythm, and excitement to the evening. Get ready to tap your feet and cheer as we set the stage on fire with a dashing dance performance that celebrates energy, passion, and teamwork. Now, I request the dignitaries to kindly occupy the seats arranged in front of the stage. रघुकुल रीत सदा चली आई, प्राण जाए पर वचन न जाए। रंगीला तारा रंगीला तारा रंग में बिछुए तारी बात रंगीला तारा रंगीला तारा रंग में बिछुए तारी बात रे खट खट बाज 10 तक वो न अब तक आया रे तब से हाँ देखे राहित अब तू खोल बाहें आजा घुमड़
अब चल आजा रे थर 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 हाँ कांपे थर थर हाँ डर डर जी से डर अब नाना बागों में बोला बोला रे बोला मोर बदला रे दिल का भूगोल नगाड़े संग ढोल बाजे धाय धाय धम धम धाय नगाड़े संग ढोल बाजे धाय 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 धम धाय हे धिंकड़ात आजा उड़ के सराट पैरों से बेड़ी जरा खोल नगाड़े संग ढोल बाजे धाय धाय धम धम धाय नगाड़े संग ढोल बाजे धाय 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 धम धाय नगाड़े संग ढोल बाजे धाय धाय धम धम धाय नगाड़े संग ढोल बाजे धाय धाय धम ആകാശത്തുദിച്ചു നിൽക്കുന്ന സൗവർണദേവനെ പോലെ സുവർണ തിളക്കത്തിന്റെ നിറവിൽ പരിലസിക്കുന്ന ഏലൂർ സെയിന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ അന്നാമ്മയുടെ നാമധേയം സ്വീകരിച്ച് അന്നാമ്മയുടെയും മാതാവിന്റെയും അനുഗ്രഹാശിസുകൾ നേടി വിരാജിക്കുന്നു. ഈ വിദ്യാലയം പിന്നിട്ട വിജയഗാഥകൾ ചരിത്ര താളുകളിൽ നിറയുന്നു. മുന്നേറ്റത്തിന്റെ കുതിപ്പുമായി കാലത്തിന്റെ കയ്യൊപ്പുമായി മികവിന്റെ മുദ്രകൾ പാകി ഇനിയും ഉയരാൻ ഈ വിദ്യാലയത്തിനാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു. ഒപ്പം ജൂബിലിയുടെ നിറവിൽ ആഘോഷിക്കപ്പെട്ട ഈ ആനുവൽ ഡേ ഒരു വിജയമാക്കിയ ഏവർക്കും സ്നേഹത്തോടെ 1000 നന്ദി. Today we honor 5 decades of excellence in education, character building and community service. This milestone is a tribute to the vision of our founders, the dedication of our teachers, the achievements of our students and the unwavering support of parents and well-wishers. We are deeply grateful to everyone who has been a part of this incredible journey, contributing to the rich legacy that we celebrate today. As we conclude this Golden Jubilee celebration, let us pledge to uphold the ideals of St. Anne's and move forward with pride, purpose, and a renewed commitment to excellence. Thank you everyone and all the good wishes. पंजाब सिंध गुजरात द्राविड़ उत्कल बंगा हिंदी हिमाचल यमुना उच्छल जल वितरिता तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय भारत भाग्य विधाता जय 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 जय